കേന്ദ്ര സർക്കാർ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ ഉയർച്ചത്തിന് നടപ്പാക്കുന്ന PM ശ്രീ പദ്ധതിയിൽ ഫണ്ട് ലഭിക്കാൻ സംസ്ഥാനം ആദ്യം ഒപ്പിട്ടു. പിന്നീട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതോടെ വഴിമുട്ടുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ സംഭവം നടക്കുന്ന. പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ടു. ആദ്യ ഗഡുവായി 91.41 കോടി വാങ്ങി. പിന്നീട് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കേന്ദ്രത്തെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ തുടർ സഹായം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്ത ചില പ്രത്യേക വിഭാഗങ്ങളോടുള്ള പ്രീണന നയം തന്നെയായിരുന്നു. ആ ലക്ഷ്യം വെച്ച് തന്നെയാണ് മുന്നണിയിലെ ഘടകകക്ഷിയായ CPI വളരെ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചതും. ഫലത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുമായിരുന്ന കോടികളുടെ സാമ്പത്തിക സഹായമാണ് ഈ ഒരൊറ്റ ഒപ്പിലൂടെ ഇല്ലാതാക്കിയത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി ഇങ്ങനെ സർക്കാർ പിന്മാറിയതോടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള 1500 കോടിയിലധികം രൂപയാണ് നഷ്ടമായത്. ഖജനാവ് കാലിയായതിനാൽ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം ഉൾപ്പെടെ നടക്കുന്നില്ല എന്ന വിവരങ്ങൾ. സൗജന്യ പാഠപുസ്തകങ്ങൾ, പ്രീ പ്രൈമറി ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക സഹായം എന്നിവ മുടങ്ങിയിരിക്കുകയാണ്. സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളം മാസങ്ങളോളം കുടിശ്ശികയാണ്. പ്രതിമാസം നടന്നിരുന്ന അധ്യാപക പരിശീലനവും 1 വർഷമായി മുടങ്ങി. പദ്ധതി നടപ്പാക്കാത്തത് 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ലഭിക്കേണ്ട സൗജന്യ യൂണിഫോമും പാഠപുസ്തകങ്ങളും ലഭിക്കാതായി. 1.08 ലക്ഷം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ലഭിക്കേണ്ട തെറാപ്പി സൗകര്യങ്ങൾ, സഹായ ഉപകരണങ്ങൾ എന്നിവയും ലഭിക്കാതായി. SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും മുടങ്ങി. പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങളും ലഭിക്കാതെയായി. 2020 മോദി സർക്കാർ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 2022 സെപ്റ്റംബർ 7 അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. ഈ പദ്ധതിയിൽ പ്രവേശിക്കാൻ സ്കൂളുകൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകളാണ് തിരഞ്ഞെടുത്തിരുന്നത്. നഗരപ്രദേശങ്ങളിൽ 70%, ഗ്രാമപ്രദേശങ്ങളിൽ 60% സ്കോർ ലഭിച്ചാൽ പദ്ധതിക്ക് അപേക്ഷിക്കാം. എന്നാൽ PM ശ്രീയിൽ ചേരണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. PM ശ്രീയിൽ സർക്കാർ മുഖം തിരിച്ചതോടെ സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിൽ ജോലി ചെയ്യുന്ന 7000-ലധികം അധ്യാപകരുടെയും ഇതര ജീവനക്കാരുടെയും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലായി. അധ്യാപകർക്കായി നടത്താറുള്ള വിവിധ പരിശീലന പരിപാടികളും അക്കാദമിക് വർക്ക്ഷോപ്പുകളും നടത്താൻ ഇപ്പോൾ പണമില്ല. സുപ്രീം കോടതി വിധി അനുകൂലമായിട്ടും ശമ്പളം നൽകാൻ പണം ഇല്ലാത്തതിനാൽ 1000-ലേറെ ഭിന്നശേഷി അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ താൽക്കാലിക തസ്തികയിൽ തുടരുന്നവരുടെ ശമ്പളം പോലും നൽകുന്നില്ല. സ്കൂളുകൾക്ക് ലഭിക്കേണ്ട വാർഷിക ഗ്രാന്റുകളും മെയിന്റനൻസ് ഗ്രാന്റുകളും 1 വർഷമായി നൽകുന്നില്ല. പഠനോപകരണങ്ങൾ വാങ്ങാനായി നൽകുന്ന ടീച്ചേഴ്സ് ഗ്രാന്റും മുടങ്ങിയിരിക്കുകയാണ്. ലൈബ്രറി ഗ്രാന്റും ലാബ് ഗ്രാന്റും മുടങ്ങിയതോടെ പുതിയ പുസ്തകങ്ങളോ ലാബ് ഉപകരണങ്ങളോ ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഫലത്തിൽ ശിവൻകുട്ടിയും കേരള സർക്കാരും ഒരുപാട് കുട്ടികളെയും വിദ്യാഭ്യാസ മേഖലയും അവതാളത്തിൽ ആക്കിയിരിക്കുകയാണ്. ആലോചിക്കാതെയും ചിന്തിക്കാതെയും എടുത്ത ഒരു തീരുമാനത്തിൽ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.